ഹായ് എവ്രി വൺ, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു സെഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് MTSന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം അറിയാം, MTSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എക്സാംസിന് ഒരുപാട് പേര് MTS ഫോക്കസ് ചെയ്ത് എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ MTSന് ഇത്രയും നാളും ചോദിച്ചിട്ടുള്ള ഓരോ വർഷങ്ങളിലും MTSന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു 15 ക്വസ്റ്റ്യൻ ആണ് ഞാൻ MTSന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ഒരു 15 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസെൻ്റ് ഒരു 3-4 വർഷത്തെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നമുക്ക് കുറേശ്ശെ ചെയ്തു പോകാം. എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 15 ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ MTS എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് അറിയാം, ഒരു വട്ടം എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളവരോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് MTSന് ചോദിക്കുന്നത്. സിമ്പിൾ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് MTSന് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് എന്ത് ചെയ്യാം, MTS ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. Who was appointed as Assembly's constitutional advisor in 1946 during the framing of Indian Constitution? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുന്നുള്ളൂ, അസംബ്ലീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഈ 1946 എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. അപ്പം ആ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കിയേ. BN റാവു, BR അമ്മി അയ്യങ്കാർ, KM മുൻപതേക്കർ, ഗോപാല വാഷി. അപ്പം ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് ചോദിച്ചാൽ BN റാവു ആണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിട്ട് ഇരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. അപ്പം 1-2 കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണല്ലോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് രൂപീകരിച്ചത്, എന്നാണ് ഫോം ചെയ്തത് ചോദിച്ചാൽ 1946 ഡിസംബർ 6-നാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? 1946 ഡിസംബർ 6. എന്നാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യ മീറ്റിംഗ് എന്നാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9 ആണ്. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആദ്യ മീറ്റിംഗ് എന്നാ നടന്നതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9. ഈ ആദ്യത്തെ മീറ്റിംഗിൽ ആക്ച്വലി ടോട്ടൽ 207 പേരാണ് ഫസ്റ്റ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എത്ര പേരാണെന്ന് ചോദിച്ചാൽ 207 മെമ്പേഴ്സ് ആണ് ഫസ്റ്റ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഈ മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്ത വ്യക്തി ആരാന്ന് ചോദിക്കും. ആദ്യമായിട്ട് മീറ്റിങ്ങിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ടൈമിൽ JB കൃപലാനിയാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് JB കൃപലാനിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 പേരുകളാണ്. ഒന്ന് സച്ചിദാനന്ദ സിൻഹ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ ടെമ്പററി ചെയർമാൻ ആണ്.
അല്ലെങ്കിൽ ഫസ്റ്റ് ചെയർമാൻ എന്ന് ചോദിച്ചാലും സച്ചിദാനന്ദ സിൻഹയെ തന്നെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം ആ മീറ്റിംഗ് തുടങ്ങി എന്നാണ്, ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്ത് JB കൃപലാനി സംസാരിച്ചു. പിന്നീട് എന്തായാലും ഒരു മീറ്റിങ്ങിന് ആര് വേണം? ഒരു അധ്യക്ഷൻ വേണമല്ലോ. അപ്പൊ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കണം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ മീറ്റിംഗിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പൊ ആ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ അതൊരു താൽക്കാലിക അധ്യക്ഷൻ മാത്രമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ടെമ്പററി ചെയർമാൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ടെമ്പററി വൈസ് ചെയർമാൻ ഫ്രാങ്ക് ആന്റണി ആണ്. ആരാണ് ടെമ്പററി വൈസ് ചെയർമാൻ? ഫ്രാങ്ക് ആന്റണി. അപ്പൊ ആ പേരുകൾ അത്ര ഓർത്തിരിക്കുക. ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി JB കൃപലാനി. ആദ്യത്തെ ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ ടെമ്പററി ചെയർമാൻ അല്ലെങ്കിൽ ആദ്യത്തെ താൽക്കാലിക ചെയർമാൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹ. അതുപോലെ ആദ്യത്തെ താൽക്കാലിക ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഫ്രാങ്ക് ആന്റണിയാണ്. പിന്നീട് സ്ഥിര അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു 1946 ഡിസംബർ 11. ഓക്കെ, 1946 ഡിസംബർ 11 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പെർമനന്റ് ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാനായി മാറി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ സ്വാഭാവികമായും സ്ഥിരമായി അധ്യക്ഷൻ വന്നപ്പോൾ സ്ഥിര ഉപാധ്യക്ഷൻ വേണ്ടേ? പെർമനന്റ് വൈസ് ചെയർമാൻ വേണ്ടേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് വൈസ് ചെയർമാനാണ് HC മുഖർജി. ആരാണ്? HC മുഖർജി. തുടക്കത്തിൽ HC മുഖർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നത് VT കൃഷ്ണമാചാരി. അങ്ങനെ 2 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? HC മുഖർജിയും അതുപോലെ തന്നെ VT കൃഷ്ണമാചാരി. ഓക്കെ, അപ്പൊ പേരുകൾ ഓർത്തിരിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പെർമനന്റ് വൈസ് ചെയർമാൻ HC മുഖർജി, VT കൃഷ്ണമാചാരി. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാണ്? നമ്മൾ പഠിച്ചു, BN റാവു. ഇനി സെക്രട്ടറി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആയിരുന്നു. ആരാണ്? HVR അയ്യങ്കാർ. ഒരു പേരും കൂടി ഉണ്ട്, അതത്ര പ്രാധാന്യം അർഹിക്കുന്ന പേരല്ല, എന്നാലും ഞാനൊന്ന് പറയാം. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് SN മുഖർജി. കുറെ പേരുകളായി അല്ലേ? ഇതിൽ പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പേര് ഒന്ന് ഈ അഡ്വൈസറായ BN റാവു, ദെൻ JB കൃപലാനി. എന്തായിരുന്നു JB കൃപലാനി? ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി അല്ലെ? ഫസ്റ്റ് പേഴ്സൺ ഹു അഡ്രസ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് JB കൃപലാനി. ആദ്യ ചെയർമാൻ അല്ലെ ആദ്യ ടെമ്പററി ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ. ആദ്യത്തെ ടെമ്പററി താൽക്കാലിക ഉപാധ്യക്ഷൻ ഫ്രാങ്ക് ആന്റണി, പെർമനന്റ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പം ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പേരുകൾ ഒന്ന് JB കൃപലാനി, സച്ചിദാനന്ദ സിൻഹ, രാജേന്ദ്ര പ്രസാദ്. ഈ 3 പേരും BN റാവു എന്ന അഡ്വൈസറിന്റെ പേരുമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളല്ല, എന്നാലും ഓർത്തിരിക്കുക. പെർമനന്റ് വൈസ് ചെയർമാൻ HC മുഖർജിയും VT കൃഷ്ണമാചാരിയും, സെക്രട്ടറി HVR അയ്യങ്കാർ, ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ SN മുഖർജി എന്നാണ് ഫോം ചെയ്തെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 6 ആദ്യമായി മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 ആണ്. അതിൽ എത്ര പേരാണ് ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തത്? 207 പേര്. 207 മെമ്പേഴ്സ് ആണ് ഫസ്റ്റ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതിൻ്റെ റിലേറ്റഡ് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ശരി. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ നോക്കാം. നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ബാക്കി 5 ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരിക്കുമല്ലോ, ഒരെണ്ണമാണല്ലോ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ലാത്തത്. അപ്പൊ ആദ്യത്തെ നോക്കൂ, ഫിനാൻസ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്ന് പറയും. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? ആണ്. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 280 അനുസരിച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സെക്കൻഡ്, നീതി ആയോഗ്, അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ST, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ. നാഷണൽ കമ്മീഷൻ ഫോർ ST എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 338A അനുസരിച്ച് അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ ഭരണഘടന ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഭരണഘടന സ്ഥാപനമായിട്ടുള്ളതും അല്ലാത്തതും അല്ലേ, നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ആർട്ടിക്കിളും ഉണ്ടാവും അല്ലേ, അതിനെ പരാമർശിച്ചുകൊണ്ട് ഇന്ന ആർട്ടിക്കിളിലാണ് ഇന്നത് പറയുന്നതെന്നും ഉണ്ടാവും. സോ ഫിനാൻസ് കമ്മീഷൻ കൃത്യമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ ഉണ്ട് 280. നാഷണൽ കമ്മീഷൻ ഫോർ ST ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ആർട്ടിക്കിൾ ഉണ്ട് 338A. ദെൻ ഇലക്ഷൻ കമ്മീഷൻ, ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്, ഭരണഘടനാ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആർട്ടിക്കിൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ 324.
ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാണ്? 324. അപ്പൊ ഇതിൽ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1950 മാർച്ച് 15 നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ്. അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഒരു ഉപദേശക സമിതി. 5 ഇയർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ എഴുതി തയ്യാറാക്കുന്ന ഒരു അഡ്വൈസറി ബോഡിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ആ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1 ഇതിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കും. NITA. എന്താണ് NITA? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നോക്കിയേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ NITA ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2015 ജാനുവരി 1 നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വരുന്നത്. അന്ന് 2014 നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ബോഡി കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ നീതി ആയോഗ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മിഡിൽ ക്ലാസ് പീപ്പിളിനെയാണ് കൂടുതലായിട്ടും അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇൻഡസ്ട്രിയൽ സർവീസ് സെക്ടറിലുള്ള ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ കുറച്ചിട്ട് മിഡിൽ ക്ലാസ് പീപ്പിളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ NRI, നമുക്കറിയാലോ NRI ആണ് നമ്മുടെ ഫണ്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ട് തരുന്നത് NRI നിന്നാണ്. അപ്പൊ അവരുടെ സർവീസ് കറക്റ്റായിട്ട് അവർക്ക് സർവീസ് ചെയ്തു കൊടുക്കുക, ഫിനാൻഷ്യൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വേൾഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത്, ഇന്റർനാഷണൽ മാർക്കറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആക്കി വെക്കുക അല്ലെങ്കിൽ റെഡി ആക്കുക നമ്മുടെ രാജ്യത്തിനെ. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയെ സേഫർ ഹാബിറ്റാറ്റിലേക്ക് മാറ്റുക. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് നീതി ആയോഗ് എന്താണെന്ന് പറഞ്ഞതാണ്. അപ്പം പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബോഡിയാണ് നീതി ആയോഗ്. 2015 ജാനുവരി 1 ഇത് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ ആരാണ് എന്നുള്ളത്. എക്സ് ഒഫിഷ്യോ ചെയർമാൻ ആരെന്ന് വെച്ചാൽ PM, ഓൾവേസ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ അല്ലെങ്കിൽ എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ചെയർമാൻ ഇപ്പൊ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. ഇനി ഇവിടെ അറിയേണ്ടത് നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് അറിയണം. സുമൻ ബെറിയാണ്. ഇത് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. ആരാണെന്ന് ചോദിച്ചാൽ സുമൻ ബെറിയാണ്. നിലവിലെ നീതി ആയോഗിന്റെ CEO ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BVR സുബ്രഹ്മണ്യമാണ്. ആരാണ്? BVR സുബ്രഹ്മണ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി, നിലവിലെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. അപ്പൊ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് നീതി ആയോഗാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അഡ്ജക്റ്റീവ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രിയാമ്പിൾ. അവിടെയും നോട്ട് എ പാർട്ടാണ്. നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രിയാമ്പിൾ, പ്രിയാമ്പിളിന്റെ പാർട്ട് അല്ലാത്തത് അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ വരാത്ത ഈ ഒരു 4 അഡ്ജക്റ്റീവ് തന്നിട്ടുണ്ടല്ലോ. ഈ 4 അഡ്ജക്റ്റീവില് പ്രിയാമ്പിളിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത അഡ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രിയാമ്പിൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിഫേസ് അല്ലെങ്കിൽ ആമുഖം അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിനെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രിയാമ്പിളിന്റെ ഫാദർ ആരാണെന്ന് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത് ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിളിന്റെ ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ഈ അതുപോലെ തന്നെ ചോദിച്ചോണ്ട് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്, എവിടെ നിന്ന് ബോറോ ചെയ്തു എന്ന് ചോദിച്ചാൽ USA അമേരിക്കയിൽ നിന്ന് കിട്ടിയ കൺസെപ്റ്റാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, ആമുഖം അല്ലെ പ്രിഫേസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇവിടെ അവതരിപ്പിക്കുന്നത് നെഹ്റു ആണ്, റെസൊല്യൂഷനായിട്ട് അവതരിപ്പിക്കുകയും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പ്രിയാമ്പിളിന്റെ ഫാദർ അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് വിളിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. അപ്പം പ്രിയാമ്പിൾ എന്താണെന്ന് മനസ്സിലായല്ലോ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അല്ലെങ്കിൽ പ്രിഫേസ് ആണ്. ഇനി അതിലില്ലാത്ത അഡ്ജക്റ്റീവ് ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും പ്രിയാമ്പിൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും? പ്രിയാമ്പിൾ എങ്ങനെയാണ്? നമ്മുടെ അക്കാഡമിക് ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു, ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കാണിക്കുന്നു. ഇന്ത്യ ഇൻടു സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് പ്രിയാമ്പിൾ ആദ്യം പ്രിയാമ്പിളിൽ ഇന്ത്യയുടെ സ്വഭാവ സവിശേഷത, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിരിക്കുകയാണ്. സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതിന് തൊട്ട് താഴെ പ്രിയാമ്പിളിന്റെ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, എക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. അപ്പം പ്രിയാമ്പിളിന്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് എന്താണ് പറയുന്നത്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. അപ്പം ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിയാമ്പിളിൽ വരുന്നത്. അപ്പൊ പ്രിയാമ്പിളിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇല്ലാത്ത അഡ്ജക്റ്റീവ്, ലിബർട്ടി ഉണ്ടോ? ഉണ്ട്. സോവറൈൻ ഉണ്ടോ? ദാ കിടക്കണു, ഉണ്ട്. സെക്യുലർ ഉണ്ടോ? ഉണ്ട്, ദാണ്ട് ഉണ്ട് സെക്യുലർ. അപ്പൊ ഇതിലില്ലാത്തത് ഏതാണ്? ടോളറന്റ് ആണ്. നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്കത് എഴുതാൻ പറ്റണം. അപ്പം ഇതിന്റെ പ്രിയാമ്പിൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം, നമുക്ക് ഡെഫിനറ്റ്ലി അതിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. നോട്ട് എ പാർട്ട് ഓഫ് ദ പ്രിയാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഏതാണ്? ടോളറന്റ് എന്ന് പറയുന്നത് പ്രിയാമ്പിളിന്റെ ഭാഗം അല്ല, അല്ലെ പ്രിയാമ്പിളിൽ അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് ഇല്ല. ടോളറന്റ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ഇല്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. പ്രിയാമ്പിളിൽ വരുന്നത് ഇന്ത്യയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് അല്ലെ, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ദെൻ ജസ്റ്റിസ് എന്ന് പറയുന്നുണ്ട്. പ്രിയാമ്പിളുടെ ഒബ്ജക്റ്റീവായിട്ട് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. സോ അതിലില്ലാത്ത ഏതാണെന്ന് ചോദിച്ചാൽ ടോളറന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. How many members were there in drafting committee of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സ്വാഭാവികമായും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും വലുതുമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെ ഒരു ഇത്രയും ബൃഹത്തായ ഒരു ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രെയിം ചെയ്യണമെങ്കിൽ തീർച്ചയായും അവിടെ പല പല കമ്മിറ്റീസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ തിരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ കമ്മിറ്റിക്കും ഓരോരോ വർക്കുകളാണ്. പിന്നെ ഇതിലൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇതില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രധാനപ്പെട്ട ഒരു 22 കമ്മിറ്റിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊരു 8 കമ്മിറ്റികൾ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1947 ഓഗസ്റ്റ് 29 ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരാണുള്ളത്. അതാണല്ലോ ക്വസ്റ്റ്യൻ, 7 പേരാണുള്ളത്. ആരാണ് ആ 7 പേരും ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് PYQ ആണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. കൂടാതെ 6 പേരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N. Gopalaswamy Iyengar, Said Muhammad Saadullah, BL Mittal, DP Keidar. 7 പേരായോ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. 7 പേരുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ BL മിത്തൽ ഇല്ലേ, ഈ BL മിത്തലിന് പകരം പിന്നീട് N മാധവറാവു
DP കേതാനു പകരം TT കൃഷ്ണമാചാരിയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ BL മിത്തലും DP കേതാനുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മിത്തൽ രാജിവെക്കും, പകരം മാധവറാവു വരും. DP കേതാൻ മരണപ്പെടും, അതിന് പകരം TT കൃഷ്ണമാചാരി വരും. സോ 7 പേർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ചെയർമാൻ BR അംബേദ്കർ, KM മുൻഷി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, സെയ്ദ് മുഹമ്മദ് സാദുള്ള, BL മിത്തൽ, DP കേതാൻ. മിത്തലിന് പകരം ആരാണ്? N മാധവറാവു. DP കേതാന് പകരം TT കൃഷ്ണമാചാരിയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Who had headed the drafting committee of the constitution? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്തിരിക്കുന്ന ആരാണ് എന്ന് വെച്ചാൽ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു അല്ലേ? എത്ര പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്? പറഞ്ഞേ, എത്ര പേരുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ? 7 പേര്. ചെയർമാൻ ആരാണ്? ചെയർമാൻ? BR അംബേദ്കർ. പറഞ്ഞു തന്നില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which type of citizenship is provided by the Constitution of India? Indian Constitution എങ്ങനെയുള്ള സിറ്റിസൺഷിപ്പ് ആണ്? വിച്ച് ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ്, എങ്ങനെയുള്ള സിറ്റിസൺഷിപ്പ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കിയേ. സിംഗിൾ, റീജിയണൽ, ഡുവൽ, ടെമ്പററി സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏത് പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ടോട്ടൽ 25 പാർട്ടുകളുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടൽ 25 പാർട്ടുകളുണ്ട്. അതിൽ ഏത് പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് വെച്ചാൽ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 5 to 11, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളും സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നതാണ്. ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ എവിടെ നിന്ന് ബോറോ ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. ബ്രിട്ടനിൽ നിന്ന് ബോറോ ചെയ്ത ഐഡിയ ആണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. സിറ്റിസൺഷിപ്പ് ആക്ട് എന്നാണ് പാസ്സാക്കിയിരിക്കുന്നത്? ആദ്യമായി ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് പാസ്സാക്കിയത് 1955 1955 അപ്പം ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് അമെൻമെന്റ് എന്നാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അമെൻമെന്റ് സിറ്റിസൺഷിപ്പിൽ നടന്നത് 2019 നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ്. പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം പല വർഷങ്ങളിലായിട്ട് ഇതിന് ഭേദഗതി വന്നിട്ടുണ്ട്. 55 വന്ന ആക്ട് ആണെങ്കിലും പല വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമങ്ങൾ ഭേദഗതി ചെയ്യാറുണ്ടല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അതെല്ലാം കാലഹരണപ്പെട്ടു പോകില്ലേ? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് അമെൻഡ് ചെയ്യുന്നത്? അപ്പൊ 50 വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതേപടി തന്നെയാണോ ഇപ്പോഴും നമ്മൾ? അപ്പൊ ആ 50 വന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പല അമെൻമെന്റും വന്നിട്ടില്ലേ, പല ഭേദഗതികളും വരുന്നു. എന്തുകൊണ്ടാണ്? കാലം മാറുന്നതനുസരിച്ച് പല പല നിയമങ്ങൾ വരുന്നു, അപ്ഡേഷൻ വരുന്നു. അപ്പം അത് മാറണ്ടേ? മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ അമെൻമെന്റ് കൊണ്ടുവരുന്നത്. ഇല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകും. സോ സിറ്റിസൺഷിപ്പിൽ പല വർഷങ്ങളിൽ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഏത് വർഷം അമെൻമെന്റ് നടന്നു എന്നുള്ളത് ചോദിക്കും. റീസെന്റ് ആയതുകൊണ്ട് 2019 അവസാന അമെൻമെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ. ബ്രിട്ടനിൽ നിന്ന് ബോറോ ചെയ്തു. ആദ്യ ആക്ട് വരുന്നത് 1955 ലാസ്റ്റ് അമെൻമെന്റ് 2019 സെക്കൻഡ് പാർട്ടിലാണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ പറഞ്ഞാൽ 5 to 11 ഓക്കെ, അപ്പൊ എങ്ങനെയുള്ള സിറ്റിസൺഷിപ്പാന്നാ പറഞ്ഞത്? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നാണ് പറയുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചാൽ ഏക പൗരത്വം എന്നാണ് അതിന്റെ മീനിങ്. ഇപ്പൊ അമേരിക്കയിലെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ആണ്, ദുപൗരത്വമാണ്. നമുക്ക് ഏക പൗരത്വം. അതിന് പ്രത്യേകിച്ച് എന്താണ് അതിന്റെ മീനിങ് എന്ന് ചോദിച്ചാൽ പലരും ചോദിക്കും എന്താണ് ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തോടാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തോടാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സിറ്റിസൺ. അതാണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ എന്ന് വെച്ചാൽ സ്റ്റേറ്റിനോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്റ്റേറ്റിനും സ്റ്റേറ്റ് വൈസും ഒരു സിറ്റിസൺഷിപ്പ് എന്ന് അവരെ കൺസിഡർ ചെയ്യും. അവരുടെ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അതാണ് ഡുവൽ സിറ്റിസൺഷിപ്പ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മൾ സ്റ്റേറ്റിന്റെ സിറ്റിസൺഷിപ്പ് എന്നുള്ളതല്ല, ടോട്ടലി നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സിറ്റിസൺ ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സിറ്റിസൺഷിപ്പ് എങ്ങനെയുള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള സിറ്റിസൺഷിപ്പാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ, എല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. When did the Constituent Assembly adopt the Constitution of India? എന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 January 26 നമ്മളിപ്പോൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയെ ഫോം ചെയ്തത് എന്നാന്നാ പറഞ്ഞത്?
1946 ഡിസംബർ 6-നാണ്. 46 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ കൊണ്ടുവരാനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 50 ജനുവരി 26-ന്. അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അഡ്വൈസർ എന്ന് വിളിച്ച ആദ്യ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അഡ്വൈസർ ആരാണെന്നാണ് പറഞ്ഞത്, BN റാവു എന്നാണ് പറഞ്ഞത്. ഈ BN റാവു ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് 1948 ഫെബ്രുവരി 21 BN റാവു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് BR അംബേദ്കറിനെ ഏൽപ്പിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് BN റാവു 48 ഫെബ്രുവരി 21 BR അംബേദ്കറിനെ ഏൽപ്പിക്കുന്നു. BR അംബേദ്കർ ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1948 നവംബർ 4-നാണ്. എന്ന് വെച്ചാൽ ഈ BN റാവു അവതരിപ്പിച്ച ഡ്രാഫ്റ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അംബേദ്കർ വരുത്തി. എന്നിട്ട് BR അംബേദ്കർ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൊടുക്കുന്നത് 48 നവംബർ 4, 24 അല്ല നവംബർ 4-ആണ്. ഓക്കെ, നവംബർ 4-നാണ് ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ 48 നവംബർ 4 സബ്മിറ്റ് ചെയ്ത ഫൈനൽ ഡ്രാഫ്റ്റിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത് 1949 നവംബർ 26-നാണ്. മനസ്സിലായോ? ഒരു വർഷം എടുത്തു അംബേദ്കർ കൊടുത്ത ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് അംഗീകരിക്കാൻ. കാരണം വീണ്ടും അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു. അപ്പോൾ അംബേദ്കർ അവതരിപ്പിച്ച ഫൈനൽ ഡ്രാഫ്റ്റിൽ എഗെയിൻ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. അംബേദ്കർ 48 നവംബർ 4 സബ്മിറ്റ് ചെയ്ത ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത് 49 നവംബർ 26-നാണ്. ഈ നവംബർ 26-ന്റെ പ്രത്യേകത ചോദിച്ചിട്ടുണ്ട്. നവംബർ 26 ഭരണഘടനാ ദിനമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടാണ് നവംബർ 26 സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എന്നാണ് അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത് 1949 നവംബർ 26. മനസ്സിലായോ? എന്നിട്ട് 1950 ജാനുവരി 24-നാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഫ്രെയിമേഴ്സ് അതിൽ സൈൻ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ജാനുവരി 24-നും നിലവിൽ വരുന്നത് 1950 ജാനുവരി 26. അപ്പം ഈ ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, 1949 നവംബർ 26. കാരണം 1949 നവംബർ 26-നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In 1967, which of the following languages was included in the list of state languages of the Indian Constitution? Indian Constitutionന്റെ സ്റ്റേറ്റ് ലാംഗ്വേജിൽ 1967 ഇൻക്ലൂഡ് ചെയ്ത ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ അറിയണം കറൻ്റ്ലി എത്ര ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്, റീജിയണൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം. നിലവിൽ 22 ഒഫീഷ്യൽ റീജിയണൽ ലാംഗ്വേജസ് ഇന്ത്യക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 14 ലാംഗ്വേജസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എത്ര ലാംഗ്വേജ് ഉണ്ട്? 22 ലാംഗ്വേജസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്താണ് ഈ ഒഫീഷ്യൽ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട് നിലവിൽ? 28 സ്റ്റേറ്റ്സ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഈ ഇത്രയും സ്റ്റേറ്റുകളിൽ പല രീതിയിലുള്ള ഭാഷകൾ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഈ ഭാഷകളെയെല്ലാം എന്ത് ചെയ്തിട്ടില്ല? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളെന്ന് പറയുന്നത് 22 ഭാഷകളാണ് നിലവിൽ. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ 14 ഭാഷകളെ മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 15ാമതായിട്ട് വന്ന ഭാഷ എന്ന് പറയുന്നത് 1967-ലാണ് 15ാമതായിട്ട് ഒരു ഭാഷയെ അംഗീകരിക്കുന്നത്. ആ ഭാഷയാണ് സിന്ധി എന്ന് പറയുന്നത്. ആ ഭാഷ ഏതാണ്? സിന്ധി. പിന്നീട് 1992-ലാണ് പിന്നീട് ഭാഷകളെ അംഗീകരിക്കുന്നത്. അതാണ് കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. പിന്നീട് ഭാഷകളെ അംഗീകരിക്കുന്നത് 2003-ലാണ്. അത് ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇപ്പം നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ, 22 ലാംഗ്വേജ് ആയില്ലേ? 15ാമതായിട്ട് അംഗീകരിച്ചത് 1967 സിന്ധി ലാംഗ്വേജ് ആണ്. പിന്നീട് 92-ൽ വന്നത് കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി. 2003-ൽ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇങ്ങനെ ടോട്ടൽ 22 ലാംഗ്വേജസിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം
ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അമെൻമെന്റിന്റെ പ്രത്യേകത ഭേദഗതികൾ എന്തിനു കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ഡേഷൻ, നിയമങ്ങൾ ഓരോ കാലങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് അപ്ഡേഷൻ വേണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അമെൻഡ് ചെയ്യണം, അവിടെ ഒരു അമെൻമെന്റ് ആക്ട് പാസ്സാക്കണം. ഒരു അമെൻമെന്റ് ആക്ട് പാസ്സാക്കി ഒരു അമെൻമെന്റിലൂടെ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റൂ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരു അമെൻമെന്റ് ആക്ട് പാസ്സാക്കി അമെൻമെന്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 15ാമതായിട്ട് ഒരു ലാംഗ്വേജിനെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അമെൻമെന്റ് ആക്ട് വേണ്ടേ? അവിടുത്തെ അമെൻമെന്റ് ആക്ട് ആണ് 21st അമെൻമെന്റ് ആക്ട് 1967. ഇത് 92 ഇതിന്റെ അമെൻമെന്റ് ആക്ട് ആണ് 71st അമെൻമെന്റ് ആക്ട് 1992. ഇനി ഇതിന്റെ അമെൻമെന്റ് ആക്ട് ആണ് 92nd അമെൻമെന്റ് ആക്ട് 2003. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 21st അമെൻമെന്റ് ആക്ട് 1967 ഇന്ത്യയെ ആഡ് ചെയ്തു, 71st അമെൻമെന്റ് ആക്ട് 1992 കൊങ്കണി മണിപ്പൂരി നേപ്പാളി ആഡ് ചെയ്തു, 92nd അമെൻമെന്റ് ആക്ട് 2003 ബോഡോ ഡോഗ്രി മൈഥിലി സന്താളി ലാംഗ്വേജിനെ ആഡ് ചെയ്തു. അപ്പോൾ 1967 ആഡ് ചെയ്ത ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിന്ധി ലാംഗ്വേജ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Who is considered as the father of Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ആരെയാണ്? ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഇത് ഞാൻ വളരെ റെഗുലറായിട്ട് ചോദിച്ച ബേസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള MTSന്റെ മാത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. അതാരാണ്? ഭീംറാവു അംബേദ്കർ. BR അംബേദ്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. മോഡേൺ മനു, മോഡേൺ ബുദ്ധ. അദ്ദേഹം ജനിക്കുന്നത് 1891 ഏപ്രിൽ 14 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ് BR അംബേദ്കർ ജനിക്കുന്നത്. മോഡേൺ മനു, മോഡേൺ ബുദ്ധ, ഇന്ത്യൻ ജെഫേഴ്സൺ എന്ന പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇതൊക്കെ ആരാന്ന് വെച്ചാൽ BR അംബേദ്കർ ആണ്. ഈ ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സ്പോക്സ് പേഴ്സൺ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് BR അംബേദ്കർ ആണ് കേട്ടോ. സ്പോക്സ് പേഴ്സൺ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ BR അംബേദ്കർ എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട്, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുർബല വിഭാഗത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിത്വമാണ് BR അംബേദ്കർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. BR അംബേദ്കറുമായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഞാൻ ഓടിച്ച് പറയാം നിങ്ങൾക്ക്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനുകളാണ് ഞാനൊന്ന് പറയാം. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, അത് അദ്ദേഹത്തിൻ്റെതാണ്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, അദ്ദേഹം തുടങ്ങിയ ഓർഗനൈസേഷൻ. ഞാൻ പറയും, ഈ ഡിപ്രസ്ഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട്, ഈ താഴ്ന്ന ജാതികൾക്കാർക്ക് വേണ്ടിയിട്ട്, ഈ ദുർബല വിഭാഗത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് BR അംബേദ്കർ തുടങ്ങിയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ, People Education Society, ബഹിഷ്കൃത ഹിതകാരണി സഭ, അതുപോലെ മഹർ എന്ന് പറയുന്ന കാസ്റ്റിന് വേണ്ടിയിട്ട്, കുറച്ച് താഴ്ന്ന കാസ്റ്റാണ് മഹർ. കാസ്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം മഹർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഹർ മൂവ്മെന്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓർഗനൈസേഷനുകളാണ്. എക്സാമിൽ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇതിൻ്റെ വർഷമൊന്നും വേണ്ട. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി 36-ലാണ്, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് 42-ലാണ്. പക്ഷേ ഇത് ഞാൻ വർഷം പറയാത്ത എന്താ വെച്ചാൽ വർഷം നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിക്കുന്ന ഓർഗനൈസേഷനാണ്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ, പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ബഹിഷ്കൃത ഹിതകാരണി സഭ, ഇതെല്ലാം അംബേദ്കറിന്റെ ഓർഗനൈസേഷനുകളാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം കുറച്ച് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അൺടച്ചബിൾസ്, അദ്ദേഹം എഴുതിയ ബുക്കുകളാണ് അൺടച്ചബിൾസ്. അതുപോലെ തന്നെ ബുദ്ധ ഓർ കാറൽ മാർക്സ്, അദ്ദേഹം എഴുതിയ ബുക്കാണ് ബുദ്ധ ഓർ കാറൽ മാർക്സ്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ, അത് ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം ആണ് അദ്ദേഹം മരണപ്പെടുന്നത്.
ഹൂ വെയർ ശൂദ്രാസ്, ഇതൊക്കെ അദ്ദേഹം എഴുതിയ ബുക്കുകളാണ്. അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുദ്ധമതവുമായിട്ട് ഒരു വളരെയേറെ അടുപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കുക. ഈ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ചോദിക്കണം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യക്കാരൻ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ ആരാണെന്ന് ചോദിക്കും. അത് ആരാന്ന് ചോദിച്ചാൽ BR അംബേദ്കർ ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who among the following was not a part of the Constituent Assembly responsible to draft the Constitution? കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിൽ റെസ്പോൺസിബിൾ അല്ലാതിരുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് റെസ്പോൺസിബിൾ അല്ലാതെ ഇരിക്കുന്നത് ഈ താഴെ പറയുന്നതിൽ ആരാണെന്നാണ്. അപ്പോൾ അത് പട്ടേലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റിയുടെയും പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ട്രൈബൽ അഫയേഴ്സ് ആൻഡ് അഡ്വൈസറി കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റു ആണെങ്കിൽ യൂണിയൻ പവർ, സ്റ്റേറ്റ് പവർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അംബേദ്കർ ഇവിടെ പറയണ്ടല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഇതിൽ ഡ്രാഫ്റ്റിലൊന്നും റെസ്പോൺസിബിൾ അല്ലാത്ത ആരാന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. സോ പട്ടേൽ ഏതായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ട്രൈബൽ അഫയേഴ്സ് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പട്ടേലായിരുന്നു. യൂണിയൻ പവർ, സ്റ്റേറ്റ് പവർ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു BR അംബേദ്കർ. സോ അതിലില്ലാത്തത് ആരാന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഓക്കെ. In 1946, who among the following was made the interim president? What do you mean by interim president? എന്താണ് ഈ interim? പല ആൾക്കാർക്കും ഈ വേർഡിന്റെ മീനിങ് അറിയാത്തതുകൊണ്ട് ആൻസർ ചെയ്യാതെ പോകും. interim എന്ന് വെച്ചാൽ എന്താ മീനിങ്? ടെമ്പററി, താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാമല്ലോ. ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ താൽക്കാലിക അധ്യക്ഷൻ, അല്ലെങ്കിൽ ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യ അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ണടച്ച് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്ററീം പ്രസിഡന്റ്. അപ്പോൾ ഇന്ററീം എന്ന വേർഡിന്റെ മീനിങ് മനസ്സിലാക്കിയിരിക്കണം. ടെമ്പററി എന്നുള്ളതാണ്, താൽക്കാലികം എന്നുള്ളതാണ്. ഓക്കെ, സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following features of Indian Constitution was taken from Soviet Socialist Republic? എന്താണ് ഈ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്? USSR. എന്താണ് ഈ USSR? റഷ്യ തന്നെയാണ് USSR. അതാണ് സോവിയറ്റ് സോഷ്യൽ എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ള ഈ താഴെ പറയുന്നതിൽ ഏത് കൺസെപ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ USA നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നതും USA നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. റഷ്യയിൽ നിന്നും 5 ഇയർ പ്ലാൻ മാത്രമല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും നമ്മൾ റഷ്യയിൽ നിന്ന് എടുത്താണ്. അതുപോലെ ജസ്റ്റിസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ റഷ്യയിൽ നിന്ന് കിട്ടിയതാണ്. സോ റഷ്യയിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയാണ്? 5 ഇയർ പ്ലാന്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ജസ്റ്റിസ് എന്ന വേർഡ്. ഓക്കെ, അപ്പം ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ 10 രാജ്യങ്ങളിൽ നിന്നുള്ള പല പല കൺസെപ്റ്റുകൾ ബോറോ ചെയ്തിട്ടുണ്ട്. സോ ഈ 10 രാജ്യങ്ങളും അതിൻ്റെ കൺസെപ്റ്റുകളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വരുന്ന ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇപ്പം ജസ്റ്റ് സമയത്തിൻ്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്. ഫണ്ടമെന്റൽ റൈറ്റ് USA നിന്ന് എടുത്തിട്ടുള്ളത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അതുപോലെ പ്രിയാമ്പിൾ ഉണ്ട്, ഇംപീച്ച്മെന്റ് ഉണ്ട്, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. ഇതെല്ലാം USA നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിൽ കൺകറന്റ് ലിസ്റ്റും ജോയിന്റ് സിറ്റിങ്ങും, സംയുക്ത സമ്മേളനം, കൺകറന്റ് ലിസ്റ്റ് രണ്ടും ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The power of judicial review in the Indian Constitution and the provision of independence of judiciary is taken. എന്നുവെച്ചാൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇപ്പം ഞാനത് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ആൻസർ ചെയ്യും. ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്ന് എടുത്ത കൺസെപ്റ്റാണ് കേട്ടോ. അമേരിക്കയിൽ നിന്ന് എടുത്താണ് ഞാൻ പറഞ്ഞു. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്, ഇംപീച്ച്മെന്റ്, ജുഡീഷ്യൽ റിവ്യൂ. കോർട്ടുകൾക്കാണ്, സുപ്രീം കോടതി, ഹൈക്കോടതികളാണ് ജുഡീഷ്യൽ റിവ്യൂ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കോർട്ടുകൾ ജുഡീഷ്യൽ റിവ്യൂ ഇറക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ നിയമങ്ങൾ അസാധുവായി പോകാറുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് ആരുടെ കൺസെപ്റ്റാണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ കൺസെപ്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In the Indian Constitution, the principle of liberty is borrowed from which of the following country? ഇത് ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എവിടെ നിന്ന് എടുത്തതാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എവിടെ നിന്നാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ്.
ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഫ്രാൻസിൽ ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. സോ ലിബർട്ടി ചോദിച്ചാലും ഇക്വാലിറ്റി ഫെർട്ടേണിറ്റി ചോദിച്ചാലും റിപ്പബ്ലിക് എന്ന ആശയം ചോദിച്ചാലും റിപ്പബ്ലിക് ആണെങ്കിലും ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി എല്ലാം എവിടുന്ന് വെച്ചാൽ ഫ്രാൻസിൽ നിന്ന് എടുത്തിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The makers of Indian Constitution took the principle of freedom. ഇപ്പം നമ്മൾ പറഞ്ഞില്ലല്ലോ അത് ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് വെച്ചാൽ ഫ്രീഡം വെച്ചാൽ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞേ ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു സെഷനാണ് നിങ്ങൾക്ക് എടുത്തത്. അത് MTS ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം റീസെൻ്റ് ഒരു 3-4 വർഷം ചോദിച്ചത് അങ്ങനെ റെഗുലറായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. അപ്പം MTS ഫോക്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പം എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് GK നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മൊത്തത്തിൽ GK ആണല്ലോ MTS പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് ക്വാളിഫയിങ് മാർക്ക് ആക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ GK കുറച്ച് പ്രയോറിറ്റി കൂടുതലാണ് MTS. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ പഠിച്ചിട്ട് പോയാൽ തന്നെ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒപ്പം ഞാനും ഉണ്ടാവും. നിങ്ങൾക്കിങ്ങനെ കുഞ്ഞു സെഷൻസ് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാം കഴിയുന്നിടം വരെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നിടം വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ.